സിനിമകളിലെ വയലൻസിനെതിരെ തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് വി. സതീശൻ വില്ലനോട് പോലും ആരാധന തോന്നിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇവയ്ക്ക് എങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചെന്ന് സംശയം തോന്നിപ്പോകും. ചില സിനിമകൾ കാണുമ്പോൾ ഇതിന് എങ്ങനെയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. അമിതമായ വയലൻസ് ആണ്, ഉറപ്പായത് കുട്ടികളെ സ്വാധീനിക്കും. ഞാൻ സിനിമയ്ക്കൊന്നും എതിരൊന്നുമില്ല. നമ്മൾ എത്രയോ ചില സിനിമകൾ കാണുമ്പോൾ ഇതാരെ സ്വാധീനിച്ചിട്ടാണ് ഇവർ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാറ്റിച്ചത്. എന്നിട്ട് ഒക്കെ ആയിട്ട് വരുവാണ് പലരും. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടികളൊന്നും കാണാൻ പാടില്ലാത്ത. കാരണം ഈ ഏജ് എന്ന് പറയുന്നത്, ടീനേജ് എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായി ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന, വേഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന പ്രായമാണ്. ഒരു വല്ലാത്ത കാലമാണ്. ആ കാലത്ത് ഇത്തരം കാര്യങ്ങൾ അവരെ സ്വാധീനിക്കും. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആദ്യം ചെല്ലുമ്പോൾ ഞങ്ങളുടെ കോളേജിന്റെ ബാക്കിൽ സൈക്കിൾ സ്റ്റാൻഡിൽ കഞ്ചാവ് കൊണ്ടു കൊടുക്കുന്ന ആളുണ്ടാവും. ഞാൻ ഇന്ന് KSU യൂണിറ്റ് ഭാരവാഹിയാണ്. ഞങ്ങൾ യൂണിറ്റ് എല്ലാവരും തീരുമാനിച്ചു, മാർക്കറ്റ് മരെ പിടിച്ചു നിർത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ പിടിച്ചു നിർത്തി. മേലെ ഈ ക്യാമ്പസിന്റെ അകത്തേക്ക് കയറുക, ക്യാമ്പസിന്റെ പരിസരത്ത് കാണുകയും ചെയ്തു, ഇത് കൊടുക്കുകയും ചെയ്താൽ നല്ല അടി തരുന്നു. അന്നത്തെ പ്രായത്തിന്റെ ഇതാണ്. അപ്പൊ ഒരു പറഞ്ഞ് ഇനി ഒരിക്കലും വരില്ല എന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു, നല്ല അടിയും കൊടുത്തു വിട്ടു. പിന്നെ വന്നിട്ടില്ല ക്യാമ്പസിലേക്ക്. അപ്പൊ അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ക്യാമ്പസിൽ ലഹരി ഉപയോഗിക്കുന്നതിനെതിരായി ശക്തമായ നിലപാടെടുക്കും. ഉപദേശിക്കുന്നവരെ തന്തവൈബാണെന്ന് പറയുന്ന ഒരു വിമർശനം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ? അല്ലാതെ സോഷ്യൽ മീഡിയയും പല രീതിയിൽ ഇവരെ വഷളാക്കുന്നുണ്ട്, പല രീതിയിൽ. കാരണം പണ്ടൊരു സംവിധായകൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ട്രെയിനിന്റെ ടോയ്ലറ്റിൽ അശ്ലീലം എഴുതി വെച്ചിരുന്ന ആളുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിൽ അശ്ലീലം എഴുതി വെച്ചിരുന്ന ആളുണ്ട്. ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റിലോ ട്രെയിനിന്റെ ടോയ്ലറ്റിലോ ആരും അശ്ലീലമൊന്നും എഴുതി വെക്കുന്നില്ല. കാരണം എന്താ? അവർക്ക് നല്ല സ്പേസ് ഉണ്ട്. അവര് സോഷ്യൽ മീഡിയയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മദ്യം ഉപയോഗിക്കുന്നത് പോലെയോ മറ്റതുപോലെയല്ല. ഇത് മരണത്തിലേക്കുള്ള യാത്ര. ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സിനിമകൾ, ഞാൻ പേര് പറയുന്നില്ല, സിനിമകൾ വലിയ തോതിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളെ സംബന്ധിച്ച് ഗൗരവപൂർവമായ ഒരു വിലയിരുത്തലും നിയന്ത്രണവും അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. RDX, കൊത്ത്, മാർക്കോ, ഇത്തരം സിനിമകൾ വന്നിട്ട് ആളുകളെ വലിയ തോതിൽ, ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തടയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഗവൺമെൻറ് ഇവിടെ നിഷ്ക്രിയമായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം വ്യാപകമായ കൊലപാതകങ്ങളും അക്രമങ്ങളും അതോടൊപ്പം മയക്കുമരുന്നും നടക്കുമ്പോൾ സർക്കാർ നിർജീവമാണ്. എന്തുകൊണ്ട് സർക്കാർ ആക്ട് ചെയ്യുന്നില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായി കേരളത്തിൽ വളർന്നു വരികയാണ്. ഒരു മര്യാദയുമില്ലാതെ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകൾ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു.